ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 30ാമത്തെ ചാപ്റ്ററാണ് ഹ്യൂമൺ ഇമ്പാക്റ്റ് ഓൺ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മളുടെ ഹ്യൂമൻസിൻ്റെ പ്രവൃത്തി മൂലം എങ്ങനെയാണ് അത് എൻവിറോൺമെൻറ്റിനെ ബാധിക്കുന്നത്, പലതരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ടാവുന്നു, ഡീഫോറസ്ട്രേഷൻ ഉണ്ടാവുന്നു, അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുന്നു, അതിനെങ്ങനെ പരിഹരിക്കാം, ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റർ നോക്കാനുള്ളത്. ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വായിച്ചു വയ്ക്കുക. ഇനി അതല്ലെങ്കിൽ കൂടി എന്താണ് നമുക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇങ്ങനെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടാവുന്ന എൻവിറോൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഡീഫോറസ്ട്രേഷൻ, അതായത് വനനശീകരണം ഉണ്ടാവും. ഗ്ലോബൽ ഫാമിംഗ്, ആഗോളതാപനം. ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതായത് ചൂട് കൂടി വരുന്നൊരവസ്ഥ. പലതരത്തിലുള്ള പൊല്യൂഷൻസ്, മലിനീകരണങ്ങൾ, എർത്തുക്വേക്സ്, സുനാമീസ്, ഇതൊക്കെ എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റി മൂലം എൻവിറോൺമെൻറ്റിൽ ഉണ്ടാവുന്ന കലാമിറ്റീസാണ്, പ്രശ്നങ്ങളാണ്. ഇനി എന്താണ് ഡീഫോറസ്ട്രേഷൻ എന്ന് പറയുന്നത്? പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കാട്ടിലെ മരങ്ങൾ വെട്ടിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ എന്താണ് അവിടെ മരങ്ങൾ പോയി ആ കാട് മാറി വരും അല്ലേ, അതായത് വനം നശിപ്പിക്കപ്പെടും. ഇതിനെയാണ് ഡീഫോറസ്ട്രേഷൻ എന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് ഇങ്ങനെ ഡീഫോറസ്ട്രേഷൻ നടത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ എഫക്റ്റുകൾ എന്ന് പറയാം. എന്തൊക്കെയാണ്? ആ ഒരു ഏരിയയിൽ ജീവിച്ചിരുന്ന പലതരത്തിലുള്ള ജീവജാലങ്ങളെ നമുക്ക് നഷ്ടപ്പെടും. ഇനി ആ ഏരിയയിലെ മഴ ലഭ്യത കുറയും, റെയിൻഫാൾ റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ് വാട്ടർ സൈക്കിള്, അതുപോലെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഡെപ്ത്, ഇതൊക്കെ എന്താണ് ഇതുമൂലം കുറയും. സോയിൽ ഇറോഷൻസ് ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ ആ ഒരു ഏരിയയിൽ കൂടും. ഇതൊക്കെയാണ് ഡീഫോറസ്ട്രേഷൻ്റെ പ്രശ്നങ്ങൾ. ഇനി നോക്കാനുള്ളത് പോലത്തെ എഫക്റ്റാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്? ക്ലോറോ ഫ്ലൂറോ കാർബൺസ് പോലെയുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങൾ എവിടെ ചെല്ലാണ് അന്തരീക്ഷത്തിൽ വന്നിട്ട് അങ്ങനെ നിറയുന്ന സമയത്ത് ഓസോൺ പാളിയിൽ വിള്ളലുകൾ ഉണ്ടാവുന്നു, UV റേഡിയേഷൻസ് അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള ചൂട് എന്ന് പറയുന്നത് തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്ന അവസ്ഥ, അതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്കറിയാം. നമ്മൾ പലതരത്തിലുള്ള വായു മലിനീകരണങ്ങൾ ഉണ്ടാവുന്നു, പ്ലാസ്റ്റിക് കത്തിക്കുന്നു, വാഹനങ്ങളിൽ നിന്നുള്ള പുക, അതൊക്കെയാണ് അതിന് കാരണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇതുമൂലം എന്തുണ്ടാവാം? മെൽറ്റിംഗ് ഓഫ് സ്നോ കേപ്പ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് മൂലം നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ്, അതായത് അന്തരീക്ഷ താപനില കൂടി വരിക. അപ്പോൾ അതുകൊണ്ട് എന്താണ് എഫക്റ്റ് വരുന്നത്? മഞ്ഞ് മലകൾ ഉരുകാൻ തുടങ്ങും അല്ലേ. ഉരുകുമ്പോൾ പലതരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. ഇനി അൺപ്രഡിക്റ്റബിൾ വെതർ പാറ്റേൺസ്, കാലാവസ്ഥ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലായിട്ട് മാറും. സബ്മർജിങ് ഓഫ് കോസ്റ്റൽ ഗ്രീസ് ഓഫ് മാലദ്വീപ്സ് ഐലൻഡ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ, അതായത് മാലദ്വീപ്സ് ഐലൻഡിലുള്ള ആ കോസ്റ്റൽ ഏരിയാസ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? ഇന്ത്യൻ ഐലൻഡിലേക്ക് അങ്ങനെ മുങ്ങിപ്പോവും. ഇനി ഏർലി മെച്ചുറേഷൻ ഓഫ് ക്രോപ്സ് ലീഡിങ് ടു ദ റെഡ്യൂസ്ഡ് ഗ്രെയിൻ സൈസ് ആൻഡ് ലോ ഫീൽഡ്സ്. ചൂട് കൂടി വരുമ്പോൾ എന്താണ് നമ്മൾ വിളകളൊക്കെ പെട്ടെന്ന് അത് എന്ത് ചെയ്യും? മെച്ചുവർ ആവുകയും ചെയ്യും. അതെന്താ സംഭവിക്കുക? മെച്ചുവർ ആവുന്ന കറക്റ്റ് പാകമാവാതെ അത് പഴുത്തു പോവാം. ഇനി ഇൻ്റർഫെറൻസ് വിത്ത് ദ ഹാച്ചിങ് ഓഫ് എഗ്സ് ഇൻ സർട്ടൈൻ ഫിഷ്. ഈ ചൂടിനനുസരിച്ചിരിക്കും ചില മത്സ്യങ്ങളൊക്കെ മുട്ടയിടുന്നത്. അതൊക്കെ ചൂട് വരുമ്പോൾ ചിലപ്പോൾ നേർത്തിയാവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കപ്പെടും ചൂട് കൊണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ പണ്ടത്തെ മാർച്ച് മാസത്തിൽ അനുഭവിച്ചിരുന്ന ചൂട് ഇപ്പോൾ നമ്മൾ എപ്പോൾ അനുഭവിക്കുന്നുണ്ട്? ജനുവരി, ഫെബ്രുവരി അല്ലെങ്കിൽ ഡിസംബർ പകുതി തൊട്ടേ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് നോക്കാനുള്ള കാര്യമാണ് എക്കോളജിക്കൽ ബാലൻസ്. എക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. അപ്പോൾ പുല്ലുകളുടെ എണ്ണം കൂടുതലാണ്, പുല്ലുകളൊക്കെ
ഒരു പ്രത്യേക അളവിലുണ്ട്, അവരെ കഴിക്കാൻ പോകുന്ന പുൽച്ചാടികളുണ്ട്, അവരെ കഴിക്കാനുള്ള അളവിലുള്ള തവളകളുണ്ട്, അങ്ങനെ എല്ലാത്തിനും ഒരു ലെവലുണ്ട്. ഈ ഒരു ഫുഡ് ചെയിൻ തുടർന്ന് പോയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഏതെങ്കിലും ഒക്കെ ഒരു ലെവല് കൂടാനും അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തവളകളില്ലാണ്ടായി, ഈ ഫുഡ് ചെയിനിൽ തവളകളില്ല, അല്ലെങ്കിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അവരില്ലാണ്ടായി. അപ്പോൾ എന്താ സംഭവിക്കുക? തവളകൾ കഴിക്കേണ്ട പുൽച്ചാടികളുടെ എണ്ണം കൂടും, കാരണം അവരെ കഴിക്കാൻ ആളില്ല. പുൽച്ചാടികളുടെ എണ്ണം കൂടുമ്പോൾ എന്താണ്? ഒരുപാട് പുൽച്ചാടികൾ പുല്ലുകൾ തിന്നുന്ന അവർക്ക് പുല്ല് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. ഇനി തവളേനെ കഴിക്കണ പാമ്പില്ല, പാമ്പിനപ്പോൾ ഭക്ഷണമില്ലാണ്ട് പാമ്പിന് പ്രശ്നം. പാമ്പുകൾ ചത്തുപോയാൽ എന്താ സംഭവിക്കുക? കഴുകിന് പ്രശ്നമാവും. അപ്പോൾ ഫുഡ് ചെയിനിൽ ഒരു കണ്ണിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രോപ്പിക് ലെവൽ ഒരെണ്ണം ഇല്ലെങ്കിൽ, അതിനെന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ആ ഫുഡ് ചെയിനെ മൊത്തം ബാധിക്കും. പതുക്കെ അത് ആ എക്കോസിസ്റ്റത്തിനെ തന്നെ ബാധിക്കും. അപ്പോൾ ഒരു ഫുഡ് ചെയിനിലുള്ള ഓരോ ട്രോപ്പിക് ലെവലും അതിനനുസൃതമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോവുക. അതിനെയാണ് എന്ത് പറയുക? ഇക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയാം. ഇനി ബയോമാഗ്നിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ DDT അല്ലെങ്കിൽ ക്ലോറിനൊക്കെ ഉള്ള അല്ലെങ്കിൽ അമോണിയ ഉള്ള കുറേ വളങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സുകളിലൊക്കെയുള്ള ഹാംഫുള്ളായിട്ടുള്ള വസ്തുക്കൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ഫുഡ് ചെയിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിങ്ങനെ ഓരോ ട്രോപ്പിക് ലെവലിലേക്കും, അത് വേറെ ഒന്നും പറ്റണില്ല. പ്ലാന്റ്സിൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് അടിച്ചു, പെസ്റ്റിസൈഡ് അടിച്ചു, അത് ആ പ്ലാന്റിൽ തന്നെ എന്ത് ചെയ്യാണ്? അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്ലാന്റിനെ കഴിക്കുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് അത് പോകുന്നു, അതിനെ കഴിക്കുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഓരോ ലെവലിലേക്കും അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഭാവിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവും. ഇതിനെയാണ് പറയുക ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.